ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളുമാണ്. അതായത് നമ്മുടെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണ്. 35 മാർക്കിനാണ് ഇന്നത്തെ എക്സാം വരുന്നത്. അപ്പോൾ നമ്മുടെ LPUPയുടെ സിലബസ് അനുസരിച്ച് ബയോളജിയിൽ നമുക്ക് ശരിക്കും 8 മാർക്കാണ് ബയോളജി പോർഷൻ വരുന്നത്. 6 മാർക്ക് നമ്മുടെ നോർമലായിട്ടും പിന്നെ 2 മാർക്ക് കറണ്ട് അഫെയറുമായിട്ടും മൊത്തം 8 മാർക്കാണ് നമ്മുടെ സയൻസ് പോർഷനിൽ ബയോളജി സെക്ഷനിൽ വരുന്നത്. ഇതിൽ വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ എന്നൊരു വലിയൊരു ടോപ്പിക്കാണ്. അതിൽ വിറ്റാമിനുകൾ എന്നൊരു ടോപ്പിക്ക് മാത്രമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ വിറ്റാമിനുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ഇത് അത്യാവശ്യം ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചിട്ട് വേണം, വിറ്റാമിനുകൾ എന്ന ഭാഗം ഒരു ഗൈഡോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് വായിച്ചിട്ട് വേണം മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. 35-ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എങ്കിലും ഞാൻ അടുത്തടുത്ത വീഡിയോ ഉടനെ നമുക്ക് മോക്ക് ടെസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പഠിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, എന്താ നമ്മൾ പഠിക്കാൻ വിട്ടുപോയത് എല്ലാം നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക. UP സ്കൂൾ ടീച്ചർ 2022 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ABCD, BCDK, ADEK, ABEK. ഇതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ADEK അല്ലേ. ADEK അടയ്ക്ക് നല്ല കൊഴുപ്പാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയാണ് ഒരു കോഡ് വെച്ച് പഠിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വിറ്റാമിനുകൾ ADEK. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. രണ്ടാമത്തത്, ജീവകം ഇയുടെ രാസനാമം എന്ത്? കാൽസിഫെറോൾ, അസ്കോർബിക് ആസിഡ്, ടോക്കോഫെറോൾ, ബയോട്ടിൻ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ടോക്കോഫെറോൾ ആണ് വിറ്റാമിൻ ജീവകം ഇയുടെ രാസനാമം. അപ്പോൾ ഈ കാൽസിഫെറോൾ എന്തായിരുന്നു? കാൽസിഫെറോൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഡിനെയാണ് കാൽസിഫെറോൾ എന്ന് പറയുന്നത്. അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ്. എന്താണ് ബയോട്ടിൻ? വിറ്റാമിൻ എച്ച് അഥവാ അല്ലെങ്കിൽ B7 നമ്മൾ ബയോട്ടിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമേത്? നിശാന്തത, അനീമിയ, വായ്പുണ്ണ്, സ്കർവി. ആൻസർ ഇത് വരും. 2023 ചോദിച്ചാണ് 2 ക്വസ്റ്റ്യനും ആൻസർ വരുന്നത് ഏതാണ്? എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് കുട്ടികളിൽ കണ അഥവാ റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ എ, വിറ്റാമിൻ B6. ആൻസർ ഏതാണ്? വിറ്റാമിൻ ഡി. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് അസ്ഥികൾക്കും എല്ലുകൾക്കും ബലക്ഷയം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി ആണ് ആൻസർ. അസ്ഥികൾക്കും എല്ലുകൾക്കും ബലക്ഷയം ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. ഇത് പ്രീ പ്രൈമറി ടീച്ചർ 2022 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ. വിറ്റാമിൻ സി അടങ്ങിയിട്ടില്ലാത്തത് ഏത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ പാലാണ്. പേരക്കയിലും തക്കാളി, ഓറഞ്ചൊക്കെ എന്താണ്? വിറ്റാമിൻ സി ഉള്ളതാണ്. വിറ്റാമിൻ സി അടങ്ങാത്തത് ചോദിച്ചാൽ ഏതാണ്? പാലാണ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ആൻസർ ചെയ്ത് വരും 2 അല്ലേ. ജലത്തിൽ ലയിക്കുന്നവയെന്നും കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും 2 തരംതിരിച്ചിട്ടുണ്ട്. 2021 ചോദിച്ച ക്വസ്റ്റ്യനാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? വിറ്റാമിൻ എ. അതായത് കണ്ണുമായിട്ട് വന്ന എന്ത് വന്നാലും അതെന്തായിരിക്കും? വിറ്റാമിൻ എ ആണെന്ന് ഓർത്ത് വയ്ക്കുക. സിറോഫ്താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? സിറോഫ്താൽമിയ കണ്ണിനുണ്ടാകുന്ന ഒരു അസുഖമാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി വൈറ്റമിൻ എ ആണ് സിറോഫ്താൽമിയ. 10ാമത്തെ ക്വസ്റ്റ്യൻ. കണ്ണുകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്?
ഓപ്ഷൻ എ വിറ്റാമിൻ എ ആണ് കണ്ണുകളുടെ ആരോഗ്യം. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റിനും എന്തായിരിക്കും? വൈറ്റമിൻ എ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിട്ടുള്ളതിൽ വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതാണ്? ബയോട്ടിൻ, ഫോളിക് ആസിഡ്, തയാമിൻ, റൈബോഫ്ലാവിൻ. ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ബയോട്ടിൻ ആണ്. അതായത് B7 എന്നറിയപ്പെടുന്ന ബയോട്ടിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? വിറ്റാമിൻ എച്ച്. വിറ്റാമിൻ എച്ച് അഥവാ ബയോട്ടിൻ അഥവാ വിറ്റാമിൻ B7 എന്ന് പറയും. ഫോളിക് ആസിഡ് ഏതാണ്? ഫോളിക് ആസിഡ് B9 ആണ്. റൈബോഫ്ലാവിൻ ഏതായിരുന്നു? റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത് B2 ആണ്. തയാമിൻ എന്ന് പറയുന്നത് B1 ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, വൈറ്റമിൻ B1ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ബെറിബറി. പെല്ലഗ്ര സ്കർവി അനീമിയ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ബെറിബറി ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകമേത്? ടോക്കോഫെറോൾ, ഹീമോഗ്ലോബിൻ, ഫോളിക് ആസിഡ്, ഫിലോക്കിനിൻ. ഏതാണ്? ജീവകമാണ് ചോദിച്ചിരിക്കുന്നത്. ജീവകം എന്ന് ചോദിക്കുമ്പോൾ ഏത് വരും ആൻസർ? ഓപ്ഷൻ സി ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ B9, വൈറ്റമിൻ B9നെയാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ ബി, വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ. ഏതാണ് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്നത്? വൈറ്റമിൻ ഓപ്ഷൻ എ വൈറ്റമിൻ ബി ആണ് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്നത്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി. ഏതാണ് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്നത്? ഓപ്ഷൻ എ വൈറ്റമിൻ സി ആണ് പാകം ചെയ്താൽ നഷ്ടപ്പെട്ടു പോകുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏത്? ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്നത് വൈറ്റമിൻ കെ, ബി, സി, എ. ആൻസർ വൈറ്റമിൻ സി ആണ് ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ, അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകമേത്? ഓപ്ഷൻ സി വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമേത്? നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ സി വൈറ്റമിൻ ഡി ആണ്. ഓപ്ഷൻ ഡി വൈറ്റമിൻ സി ആണ് നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. 19ാമത്തത്, താഴെ പറയുന്നവയിൽ ഏതിലാണ് ഏറ്റവും അധികം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത്? പാൽ, ചെറുനാരങ്ങ, പയർവർഗ്ഗങ്ങൾ, കശുവണ്ടിപ്പരിപ്പ്. പാല് വിറ്റാമിൻ സി ഇല്ലാത്തതാണ്. വൈറ്റമിൻ ഡി മാത്രമാണ് പാലിലുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ചെറുനാരങ്ങയാണ് വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? എ, ബി, സി, ഡി. ഏതാണ്? ഓപ്ഷൻ സി വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഡിയുടെ കുറവ് മൂലമാണെങ്കിൽ എന്താണ്? റിക്കറ്റ്സ് അഥവാ കണ. അതേപോലെ തന്നെ എ എന്തായിരുന്നു? നിശാന്തത, സിറോഫ്താൽമിയ, കണ്ണിൻ്റെ അസുഖങ്ങൾക്കൊക്കെ എ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകമേത്? ജീവകം കെ, ജീവകം എ, ജീവകം ഡി, ജീവകം സി. ഏതാണ്? ഓപ്ഷൻ സി ജീവകം ഡി ആണ്. വൈറ്റമിൻ ഡി ആണ് അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായത്. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏത്? 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ, ഡി, സി, ഇ. ഏതാണ്? കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനാണ് ഓപ്ഷൻ സി വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാ? സി, ഡി, ബി, എ. ഏതാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ? വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമേത്? കണ,
സ്കർവി, നിശാന്തത, ബെറിബെറി. വിറ്റാമിൻ ഡി ആണെങ്കിൽ ഏതാണ്? കണ അഥവാ റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? കണ്ടോ, ആ ക്വസ്റ്റിൽ കണയെന്നാണ് ചോദിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിൽ സ്കർവി, റിക്കറ്റ്സ്, ബെറിബെറി, അനീമിയ. സോ ഓപ്ഷൻ ബി റിക്കറ്റ്സ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ കണ എന്നതും റിക്കറ്റ്സ് എന്നതും സെയിം ആണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ഏത്? അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യത്തിൻ്റെ ആഗിരണം എല്ലാം ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി ആണ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ, പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത വൈറ്റമിൻ ഏത്? ജീവകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CADB. ഏതായിരിക്കും പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്തത്? ഓപ്ഷൻ സി വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം ഏത്? പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം ACDE. ഏതാണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ഡി ജീവകം ഇ ആണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടത്. പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? പറഞ്ഞതേ ഉള്ളൂ അല്ലേ. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ ഇ ആണ് പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം ഏത്? ഹോർമോണായി കണക്കാക്കപ്പെടുന്നത് ABCE. ഓപ്ഷൻ ഡി ഇ ആണ്. വൈറ്റമിൻ ഇ ആണ് ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം. രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ ജീവകം ഏത്? രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ ജീവകമാണ് ഓപ്ഷൻ എ ജീവകം കെ ആണ്. ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? വൈറ്റമിൻ കെ ആണ്. ജീവകം കെയുടെ രാസനാമം ഏത്? എൽഗോ കാൽസിഫെറോൾ, അസ്കോർബിക് ആസിഡ്, റെറ്റിനോൾ, അതേപോലെ ഫില്ലോക്കിനെ. ജീവകം കെ ആണെങ്കിൽ അത് ഏതാണ്? ഫില്ലോക്വിനോൺ. ഇതാണ് ഓപ്ഷൻ ഡി ഫില്ലോക്വിനോൺ ആണ്. എൽഗോ കാൽസിഫെറോൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഡിയുടെ രാസനാമം എന്താണ്? ഡി എന്ന് പറയുന്നത് കാൽസിഫെറോൾ ആണ്. കാൽസിഫെറോൾ. ഇതിൽ തന്നെ D2 ആണെങ്കിൽ അത് എർഗോസ്റ്റിറോൾ എന്നും D3 ആണെങ്കിൽ അത് കോൾ കാൽസിഫെറോൾ എന്നും അറിയപ്പെടുന്നുണ്ട്. രണ്ടെണ്ണം. അസ്കോർബിക് ആസിഡ് ഏതാണ്? സി ആണ്. റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ പേരാണ്. അപ്പം ജീവകം കെ ആണെങ്കിൽ ഫില്ലോക്വിനോ, എൽഗോ കാൽസിഫെറോൾ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും D2 അല്ലെങ്കിൽ ഡിയിൽ തന്നെ കാൽസിഫെറോളിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്. D2 ഉണ്ട്, D3 ഉണ്ട്. D2ൻ്റെ പേര് എർഗോ സ്റ്റിറോൾ എന്നും D3യുടെ പേര് കോൾ കാൽസിഫെറോൾ എന്നുമാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏത്? മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത് CADK. ഏതാണ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത്? ഓപ്ഷൻ എ സി വിറ്റാമിൻ എ ആണ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏത്? 34ാമത്തെ ക്വസ്റ്റ്യൻ, മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏത്? ജീവകം B9, B2, B12, B1. ഏതാണ്? ഓപ്ഷൻ സി B12 ആണ് മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം. ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ഏത്? ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? B9, B7, B12, B2. ഏതായിരുന്നു ജീവകം എച്ച്? B7 ആണ്. അതിൻ്റെ മറ്റൊരു പേരെന്തായിരുന്നു? ബയോട്ടിൻ എന്നറിയപ്പെടുന്നത് ജീവകം എച്ച് ആണ്. B7 അല്ലേ? അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ 35 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് എക്സ്ട്രാ കുറച്ച് ഫാക്ട്സും കൂടി പറയാം. ഈ 35 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. എങ്കിലേ എനിക്കും അടുത്തടുത്ത വീഡിയോ ഇടും. നിങ്ങളിത് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞാലല്ലേ എനിക്ക് അടുത്ത വീഡിയോ ഇടാനായിട്ടും എനിക്കും ഒരു ഉത്സാഹം ഉണ്ടാകുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ. അപ്പോൾ വൈറ്റമിൻ എയുടെ പേരെന്താണ്? എയുടെ പേര് റെറ്റിനോൾ. എ എന്ന് പറഞ്ഞാൽ റെറ്റിനോളാണ്. അതേപോലെ B1 എന്നാൽ എന്താണ്? തയാമിൻ. അതായത് നമ്മുടെ തവിടിലൊക്കെ ഉള്ളത് B1 തയാമിൻ. B2 എന്താണ്? റൈബോഫ്ലാവിൻ. അതേപോലെ B3 ആയാൽ എന്താണ്? B3 3 ഇങ്ങനെ എഴുതണം, അത് തിരിച്ചിട്ടാൽ മതി. നിയാസിൻ B3. അതേപോലെ B5 പെൻഡോക്സൈഡ് എന്നൊക്കെ പറയത്തില്ല, അതേപോലെ തന്നെ പാൻറ്റോതെനിക് ആസിഡ്. B6 ആണെങ്കിൽ എന്ത് വരും? B6 ആണെങ്കിൽ പെരിഡോക്സിൻ. B6 പെരിഡോക്സിൻ. B7 ആണെങ്കിൽ അത്
ബയോട്ടിൻ. B9 ആണെങ്കിൽ എന്ത് വരും? B9 നമ്മൾ ഗർഭിണികൾക്കൊക്കെ ഗുളിക കുടിക്കത്തില്ലേ, ഫോളിക് ആസിഡ് ആണ് B9 എന്ന് പറയുന്നത്. അതേപോലെ B12 ആണെങ്കിൽ സയനോകൊബാലമീൻ എന്ന് പറയും, സയനോകൊബാലമീൻ. C ആണെങ്കിൽ എന്താണ് പേര്? അസ്കോർബിക് ആസിഡ്. C ആണെങ്കിൽ അത് അസ്കോർബിക് ആസിഡ്. D ആണെങ്കിൽ കാൽസിഫെറോൾ, കാൽസിഫെറോൾ. അതേപോലെ E ആണെങ്കിൽ എന്താണ്? E ആണെങ്കിൽ ടോക്കോഫെറോൾ. K ആണെങ്കിൽ എന്താണ്? ഫില്ലോക്വിനോൺ. ഇത്രയുമാണ് പേര്. A റെറ്റിനോൾ, B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിറിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയാനോകൊബാലമീൻ. C ആണെങ്കിൽ അസ്കോർബിക് ആസിഡ്, D കാൽസിഫെറോൾ, E ടോക്കോഫെറോൾ, K എന്ന് പറയുന്നത് ഫില്ലോക്വിനോൺ. അതേപോലെ കുറച്ച് രോഗങ്ങളുണ്ട്. എയുമായിട്ടുള്ള ബന്ധപ്പെടുത്ത വൈറ്റമിൻ A1 ആണെങ്കിൽ അത് മാലക്കണ്ണ് അഥവാ നിശാന്തത എന്ന് പറയും. എയിൽ തന്നെ A1. A2 ആണെങ്കിലാണ് എന്ത്? സിറോഫ്താൽമിയ. B1 ആണെങ്കിൽ എന്താണ് അസുഖം? ബെറിബെറി. അതേപോലെ B3 ആണെങ്കിലാണ് പെല്ലഗ്ര. B9 ആണെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നത് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? വൈറ്റമിൻ B9 ആണ്. B12 ആണെങ്കിൽ എന്താണ്? പെർനീഷ്യസ് അനീമിയ. ഇനി D ആണെങ്കിൽ ഏതാണ്? റിക്കറ്റ്സ്. E ആണെങ്കിൽ എന്താണ്? വന്ധ്യത. C എന്താണ്? സ്കർവി. ഇനി K എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് ഏത്? വൈറ്റമിൻ K. അപ്പോൾ ഹീമോഫീലിയ എന്ന് പറയുന്നത് വൈറ്റമിൻ കെയുമായി ബന്ധപ്പെട്ട അസുഖമാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്ത് മോക്ക് ടെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ള. 35 മാർക്കിൽ എത്ര കിട്ടിയെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു മോക്ക് ടെസ്റ്റുമായിട്ടും അതേപോലെ നമ്മുടെ കേരള ചരിത്രം നമ്മൾ പാരലി ചെയ്തു വരുന്നുണ്ട്, അതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്